നമസ്കാരം. ആടുതോമ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജോബി സാം, സുജ സന്തോഷ്. വാർത്തകളിലേക്ക്. അഡ്ലെയ്ഡ് മാർത്തോമാർ ചർച്ചിൻ്റെ 2026 ഫാമിലി ക്യാമ്പ് ഏപ്രിൽ മാസം 17 വിക്ടർ ഹാർബറിലെ അഡാർ ക്യാമ്പ് സൈറ്റിൽ വെച്ച് ആരംഭിച്ചു. പുതിയതായി കുടിയേറിയ വിക്ടർ ഹാർബർ ഫാമിലിയാണ് ക്യാമ്പ് വിക്ടർ ഹാർബറിലെ ആക്കുവാൻ പ്രചോദനം ആയതെന്ന് നമ്മുടെ ക്യാമ്പ് കൺവീനേഴ്സ് സർ സുനുവും സർ ജിയും ആടുതോമയോട് റിപ്പോർട്ട് ചെയ്തു. ഈ വർഷത്തെ ക്യാമ്പിന് നേതൃത്വം നൽകുവാൻ പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും കിവി രാജ്യത്ത് ഡോക്ടറാകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫ്യൂച്ചർ റവറൻഡ് ഡോക്ടർ മാത്യൂസ് ജോർജ് ആണ്. അദ്ദേഹം ആനക്കൂട് സ്വദേശിയും കല്ല് എലി പള്ളി ഇടവകാംഗവുമാണ്. സഹനേതൃത്വം വഹിക്കുന്ന റവറൻഡ് ജി വിൽസൺ കഴിഞ്ഞ 3 വർഷക്കാലത്തെ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റിൻ്റെ അവസാന നാളുകളിലാണ്. ഒരു സിംഗപ്പൂർക്കാരൻ്റെ സ്വീകരണം. പാചകശാലയിൽ കോ കൺവീനർ സുനു മാത്യുവിനെ കുടുക്കിയ ശേഷം കൊട്ടാരക്കര സ്വദേശിയും സിംഗപ്പൂർ മോനുമായ സർജി ക്യാമ്പ് അംഗങ്ങളെ ആംഗലേയ ഭാഷയിൽ സ്വീകരണ പ്രഭാഷണം നൽകി ഞെട്ടിച്ചു. ഇത് കണ്ടുനിന്ന സർജിയുടെ സഹധർമ്മിണി ലിനി BP കൂടി ഫസ്റ്റ് എയ്ഡ് ഓഫീസർ ജോളി ബോബനിൽ നിന്നും ചികിത്സ നേടി. ക്യാമ്പ് ഉദ്ഘാടന ചടങ്ങിൽ സന്തോഷ് പണ്ഡിറ്റിനെ വെല്ലുന്ന പ്രകടനവുമായി നമ്മുടെ മനസ്സിൽ പ്രിയങ്കരനായി മാത്യൂസ് അച്ഛൻ ഇടം നേടി. മനസ്സിൽ ലഡു. തുടക്ക രാത്രിയിൽ തന്നെ നമ്മുടെ സാരഥി പാർട്ട്ണറെ തിരഞ്ഞെടുക്കുവാൻ ആഹ്വാനിച്ചു. ഈ നിർദ്ദേശം കേട്ട ക്യാമ്പ് അന്തേവാസികളുടെ പലരുടെയും മനസ്സിൽ ലഡു പൊട്ടി. പിന്നീട് നമ്മുടെ പുതിയ ഹീറോ എവ്രിബഡി ഓട്ട് ടു നോ വിത്ത് ആക്ഷൻ ആഡ് ചെയ്ത് എല്ലാവരോടും രാജ്യം ചുറ്റി പാർട്ട്ണറിനെ കണ്ടുപിടിക്കുവാൻ നിർദ്ദേശിച്ചു. പാട്ടിന് ശേഷം പാർട്ട്നേഴ്സിനെ തിരിച്ചുവിടുവാൻ നിർദ്ദേശിച്ചതോടെ അന്തേവാസികൾ പ്രതിസന്ധിയിലായി. പൊറോട്ടയുടെ പ്രതീക്ഷ. നമ്മുടെ AMTCയുടെ അടിസ്ഥാന വീശ് പൊറോട്ട സ്പെഷ്യലിസ്റ്റിൻ്റെ പൊറോട്ടയേക്കാൾ അഡയർ ക്യാമ്പിലെ പൊറോട്ട മേൽത്തരമായിരുന്നതായി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. കോഴിക്കറി മികച്ച നിലവാരം പുലർത്തിയെങ്കിലും പൊടിഞ്ഞ എല്ലുകൾ പലരുടെയും തൊണ്ടയ്ക്ക് കുടുങ്ങിയതായി റിപ്പോർട്ട് ചെയ്തു. തുടർന്നുള്ള വിശദീകരണങ്ങൾക്കായി നമ്മുടെ റിപ്പോർട്ടർ സുജ സന്തോഷ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ സുജ, കേൾക്കുന്നുണ്ടോ? എന്താണ് അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ? യെസ് ജോബി, ഞാനിപ്പോൾ വിക്ടിമിനൊപ്പമാണ്. How was the parota and chicken curry last night? It was good, Yeah. but I got a piece of bone stuck in my throat for a bit. And what did you do? What happened? I just ate more parota to make it go down. Well done, well done. എനിക്ക് ഒരു മിനിറ്റ്. ഇന്നലത്തെ വൈകിട്ടത്തെ ആഹാരത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല പൊറോട്ടയും ചിക്കൻ കറി അതിമനോഹരമായിരുന്നു. ചിക്കൻ കറിയിലെ എല്ലുകളൊക്കെ നല്ലതായിട്ട് വെന്ത് കൂടുതലായിരുന്നു അതോ അല്ല കുറവായിരുന്നു എല്ലുകൾ? എന്തോ പറഞ്ഞായിരുന്നല്ലോ, എല്ല് പ്രത്യേകിച്ചൊന്നുമില്ല, കുടുങ്ങി ഇടയ്ക്ക് എന്തോ വരുന്നില്ല. ഈ വിക്ടിംസിനോടുള്ള AMTC പ്രസിഡന്റിന്റെ പ്രതികരണം. ഐസിൽ തീമഴ, ഐസ് ബ്രേക്കിങ്ങിൽ ഗുരുതര പരിക്ക്. ഓസ്ട്രേലിയൻ തലസ്ഥാനത്ത് നിന്ന് അഡിലേഡിലേക്ക് ഫാമിലിയായി കുടിയേറിയ ഫാമിലി ക്യാമ്പിൽ ഫാമിലിയെ ഇല്ലാതെ വന്ന നമ്മുടെ എഡ്ജയം പല തെറ്റായ ചോദ്യങ്ങളിലൂടെ ഇടവകാംഗങ്ങളിൽ ഭിന്നത വരുത്തുകയും കയ്യാങ്കളിയുടെ വക്കിൽ എത്തിക്കുകയും ചെയ്തു. പഴയ ഓക്സിറ്റോക്സിൻ നായികയുടെ ഇടപെടൽ കൊണ്ട് രംഗം ശാന്തമായി. ഈ ചോദ്യോത്തരവേദി തുടങ്ങിയപ്പോൾ മുതൽ ബോബി ഫിലിപ്പ് അച്ഛൻ തുമ്മൽ നിർത്തിയിട്ടില്ല എന്ന് ആടുതോമ ന്യൂസ് മനസ്സിലാക്കുന്നു. ഇത് സൺഡേയിലെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രത്യേക വിഷയമാക്കുവാൻ വികാരി അച്ഛൻ തീരുമാനിച്ചു.
ക്യാമ്പ് തീം ഇൻട്രൊഡക്ഷൻ. ഇത്രയും കാലം ക്യാമ്പിൽ വന്നിട്ടും നന്നാവാത്ത പലർക്കും അച്ഛൻ പല ഗഡുക്കളായി സി ക്യാപ്സ്യൂളുകൾ വിതരണം ചെയ്യുമെന്ന് ടീസർ നൽകി ക്യാമ്പ് അന്തേവാസികളെ ആവേശഭരിതരാക്കി. പാളിയ ശയന നമസ്കാരം. 15 ചരണങ്ങൾ ആലപിച്ച് ക്യാമ്പ് അംഗങ്ങൾ ഈ വർഷമെങ്കിലും നന്നായി ഉറങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ പിരിഞ്ഞു. അങ്ങനെ ആദ്യ ദിവസ ചടങ്ങുകൾ പൂർത്തിയായി. വർഷങ്ങൾക്ക് മുമ്പ് അഡയർ ക്യാമ്പ് സൈറ്റിൽ ചാടി മരിച്ച വിക്ടോറിയ ഹാർബർ മദാമയുടെ ഓർമ്മകൾ പലരെയും നിദ്രാവിഹീനരാക്കി. ഏണിക്കട്ടിലിൽ കിടക്കാൻ പോയ പലരും തുമ്മലും അയൽവാസിയുടെ കൂർക്കം വലിയും കാരണം വീണ്ടും ഉറക്കം നഷ്ടപ്പെട്ടവരായി. ഡേ 2 സെഷനിലെ റിപ്പോർട്ടിൽ ഇതിൻ്റെ പരിണിതഫലം വിശദീകരിക്കുന്നതാവും. കളങ്കമില്ലാത്ത വിമർശനം. സ്ഥലകാല ബോധമില്ലാതെ രാത്രിയിൽ കശപശ പറഞ്ഞിരുന്ന വനിതകളെ മിണ്ടാതിരിക്കാൻ ശകാരിച്ച 9 വയസ്സ് പ്രായമുള്ള പൈതലിന് മാതൃക അവാർഡ് നൽകി അനുമോദിക്കുവാൻ സേവിയാ സംഘാംഗങ്ങൾ തീരുമാനിച്ചു. ഡേ 2 ആംഗിൾവേലിലെ പൂവൻ. അഡാർ ക്യാമ്പ് സൈറ്റിലെ പൂവൻ കോഴിയുടെ അഭാവത്തിൽ AMTC ആസ്ഥാന കവിയും ക്വയർ മാസ്റ്ററുമായ മിസ്റ്റർ സന്തോഷം സുപ്രഭാതം ആലപിച്ച് അന്തേവാസികളെ പിടിച്ചു കുലുക്കി എഴുന്നേൽപ്പിച്ചു. ഇത് കേട്ടിട്ടും എഴുന്നേൽക്കാതെ തലയണയുടെ അടിയിൽ കുടുങ്ങിക്കിടന്നവരെ സിംഗപ്പൂർ മോൻ തലക്കടിച്ച് ഉണർത്തി. ക്യാമ്പിലെ കണി. പ്രഭാത നമസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത ജനങ്ങൾക്ക് കണിയായി ലുങ്കി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. സൂര്യനുദിച്ചപ്പോഴാണ് ഇത് AMTCയുടെ ആസ്ഥാന സെക്രട്ടറിയായ മിസ്റ്റർ ബിപിൻ തോമസ് ആണെന്ന് മനസ്സിലാക്കിയ വിശ്വാസികൾ ആകെക്കൂടെ വിഷാദത്തിലായി. പ്രഭാത പോഷണം. കണിക്ക് ശേഷം ഭക്ഷണശാലയിൽ പ്രവേശിച്ച യൂത്ത് ആൻഡ് കിഡ്സ് പ്രീതീസ് കിച്ചണിൻ്റെ ഇഡ്ഡലി സാമ്പാർ അഥവാ മുരിങ്ങാക്കോൽ കറി കണ്ട് ഞെട്ടി. സോസേജ്, ബേക്കൺ ആൻഡ് എഗ് പ്രതീക്ഷിച്ചു വന്ന പിഞ്ചു മനസ്സുകൾ നിരാശഭരിതരായി മുറികളിലേക്ക് മടങ്ങി. ക്യാമ്പ് സൈറ്റിൻ്റെ അടുത്ത് മക്ഡോണൽഡ്സ് ഇല്ലാത്തത് മാതാപിതാക്കൾക്ക് ആശ്വാസമായി. ബലഹീനതയിലെ ഗീതം. ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ആംഗിൾവേൽ അലാം ക്ലോക്ക് മിസ്റ്റർ സന്തോഷം ക്യാമ്പ് അംഗങ്ങളുടെ ബലഹീനത ചൂണ്ടിക്കാട്ടി ഓക്ലൻഡ് വികാരിയെ സൈക്കോളജിക്കലി വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളിയെ അഭിമുഖീകരിക്കുവാൻ വീണ്ടും പാർട്ട്ണർമാരെ തേടാൻ ആഹ്വാനം ചെയ്യുമോ എന്ന പ്രതീക്ഷയിൽ പലരും അച്ചടക്കത്തോടെ തുടർന്നുള്ള മെയിൻ സെഷൻ അറ്റൻഡ് ചെയ്തു. റോയൽ വിസിറ്റ്. ക്വീൻ മേരിയും ഭടനും വർഷങ്ങൾക്ക് ശേഷം ക്യാമ്പ് അന്തേവാസികളെ സന്ദർശിച്ച് അനുഗ്രഹിച്ചു. ആക്ടിവിറ്റീസിൽ കലഹം സൃഷ്ടിച്ച ശേഷം രാജ്ഞിയുമായി മണിയടിക്കും മുമ്പേ സ്റ്റാൻഡ് വിട്ടു. നട്ടെല്ലിനെ ഞെട്ടിക്കുന്ന സി യന്ത്രം. ഓക്ലാൻഡ് വികാരിയുടെ പ്രഭാഷണത്തിലെ C3, C4 പ്രയോഗങ്ങൾ AMTC നഴ്സസ് അസോസിയേഷനെ കുഴപ്പത്തിലാക്കി. നട്ടെല്ലാണോ ജീവിതമാണോ എന്ന് പലർക്കും സംശയമുണ്ടായി. ടീ ബ്രേക്കിൽ ചായയും കടിയും വാഗ്ദാനം ചെയ്ത് പാർലേജിയിൽ ഒതുക്കിയ ക്യാമ്പ് കൺവീനർമാരെ പ്രത്യേകം അനുമോദിച്ച് കൊണ്ട് പ്രതിഷേധമറിയിച്ചു. അമ്പട കേമ. കണക്കറിയാത്ത പാവം കല്ലേലിക്കാരൻ ഗ്രൂപ്പ് തിരിക്കാൻ ഉപയോഗിച്ച കൊളോക്വലിസം ക്യാമ്പ് അംഗങ്ങളെ ആശ്ചര്യപ്പെടുത്തി. യുവജനങ്ങളെ ഈ ഭാഷാരീതി വിസ്മയിപ്പിച്ചു. മാതാപിതാക്കളെ അമ്പട എന്ന് വിളിക്കാൻ പ്രേരിപ്പിച്ച ന്യൂസിലാൻഡുകാരൻ പാതിരിയെ അനുമോദിക്കാൻ ഇടവക മിഷൻ സെക്രട്ടറിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ യുണാനിമസ്ലി തീരുമാനിച്ചു. പരമ്പരാഗത കളികൾ. ഉറങ്ങിയിരുന്ന ജനങ്ങളെ പലതരത്തിലുള്ള ഗെയിംസിൽ വ്യാപൃതരാക്കി ഉണർവിലേക്ക് മുഖ്യാതിഥി നയിച്ചു. ആദ്യമായി ചെയ്ത വിശ്വസ്തതയുടെ വിസ്പർ ഗെയിം ഒരു പരദൂഷണ ഗെയിമാക്കി മാറ്റി. പുതിയ നിയമത്തിൽ യെരമിയാവിനെയും യെസ്കേലിനെയും കൊണ്ടെത്തിച്ച ആദരണീയനായ ജിയോ ജോൺസനെ എത്രയും വേഗം സൺഡേ സ്കൂളിൽ അഡ്മിഷൻ നൽകാൻ സൺഡേ സ്കൂൾ ഭാരവാഹികൾ ഐക്യകണ്ഠേന തീരുമാനിച്ചു. മുടിവെട്ടിക്കാൻ പോയ പൗലോസിനെ റിവർലിയിലെ ജോസഫേട്ടൻ ഷീലാസാക്കി മാറ്റി.
പന്ത് പിഷാരടി. മെയ്യനക്കമില്ലാത്ത AMTC അംഗങ്ങളെ മുഖംമൂടി അണിയിച്ച് പണ്ഡിറ്റ് വികാരി വിശ്വാസ സമൂഹത്തെ നിലം പരിചാക്കി. അതിനുശേഷം സ്വർഗത്തിലേക്കുള്ള ഇടുങ്ങിയ വാതിലിൻ്റെ മാതൃകയെ കപ്പും വള്ളിയും ഉപയോഗിച്ച് ഓക്ലൻഡ് വികാരി അനുസ്മരിപ്പിച്ചു. ഈ കളിയിൽ ജനങ്ങൾ പിടിയിലും വലിയിലും വള്ളിക്കെട്ടായി. സെഷൻ 3 ധ്യാനഗുരുക്കൾ. സെഷൻ 2 സി ക്യാപ്സ്യൂൾ ചോറിനൊപ്പം വിഴുങ്ങിയ ശേഷം പല ഗുരുക്കന്മാരും അഗാധ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു. അതിൻ്റെ വിഷ്വൽസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ആലോചിക്കാനുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്ക, ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാലോചിക്കാം. ഓക്കെ? ആലോചനക്കിടയിൽ ശല്യപ്പെടുത്തരുത്. ഗുഡ് നൈറ്റ്. ക്യാപ്സ്യൂളിൻ്റെ വീര്യം കേട്ടറിഞ്ഞ് 2 യുവമിഥുനങ്ങൾ പറന്നെത്തി. പക്ഷേ വൈകിപ്പോയി. ക്യാപ്സ്യൂൾ കഴിച്ച സംതൃപ്തരായ മണ്ഡലം ഭാരവാഹിയും കുടുംബവും പുതിയ ക്യാപ്സ്യൂളുകൾ തേടി ക്യാമ്പിൽ നിന്നും യാത്രയായി. ബ്രേക്കിംഗ് ന്യൂസ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. കഴിഞ്ഞ 3 വർഷമായി ഏറ്റവും കൂടുതൽ പർച്ചേസസ് നടത്തിയ അഡിലേഡ് നിവാസിയെ കോസ്കോ എൻ്റർപ്രൈസസ് ആദരിക്കാൻ തീരുമാനിച്ചു. 3 വർഷം ശേഷം നാട്ടിലേക്ക് തിരികെ പോകുന്ന രജനി വിൽസനെ കോസ്കോ ഭാരവാഹികൾ നാട്ടിൽ ഔട്ട്ലെറ്റ് തുറക്കുവാനുള്ള ചുമതല ഏർപ്പെടുത്തിയതായി ആടുതോമയുടെ സ്പെഷ്യൽ റിപ്പോർട്ടർ ഇപ്പോൾ അറിയിച്ചു. ചതഞ്ഞറിഞ്ഞ പാസ്ത. ഫ്രാൻസിലെ മുന്തിരികളെ ചവിട്ടിമെതിച്ചും പുഴുങ്ങിയ നെല്ലിനെ ഇടിച്ച് അരിയാക്കുന്നതിൽ നിന്ന് ഇൻസ്പിറേഷൻ നേടിയ സീനിയർ സിറ്റിസൺസ് ക്ലബ് ഡേ 2 ഡിന്നറിന് വളഞ്ഞ പാസ്തയെ ഇടിച്ച് നേരെയാക്കിയത് നമ്മുടെ റിപ്പോർട്ടർ സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ കണ്ടെത്തി. അതിൻ്റെ വിഷ്വൽസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഈ ഗ്രേഡിലുള്ള ഫുഡ് AMTC സീനിയർ സിറ്റിസൺസ് ഫോറത്തിൽ ഇനിയും സെർവ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്യാവൂ. ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ വികാരിയുടെ ക്യാമ്പ് റിവ്യൂയോടുകൂടെ ഈ വർഷത്തെ ആടുതോമ ന്യൂസ് ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അച്ഛൻ പറഞ്ഞു 3 വർഷത്തെ കഴിഞ്ഞ 3 വർഷത്തെ ക്യാമ്പ് എക്സ്പീരിയൻസ് വളരെ അനുഗ്രഹകരമായ ക്യാമ്പായിരുന്നു. ഒത്തിരി വ്യക്തിബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാനും അതുപോലെ ആളുകൾ തമ്മിൽ കൂടുതൽ അടുക്കാനൊക്കെ സാധിച്ചു. ഒരു കുടുംബ അന്തരീക്ഷം ക്യാമ്പിലൂടെയൊക്കെ ഫീൽ ചെയ്തു. ഒത്തിരി നന്ദിയുണ്ട്. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ, പാചകം മുതൽ വാചകം വരെ വളരെ സന്തോഷകരമായിട്ട് കഴിഞ്ഞ 3 വർഷവും ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള സന്തോഷമാണ്. ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച് അച്ഛാ.